പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് PTA 2025-2026 ഗവൺമെന്റ് TD ആലപ്പുഴ. ഗതകാല പെരുമ പേറുന്ന ആലപ്പുഴ പട്ടണത്തിന്റെ ചരിത്ര വഴികളിൽ തീരദേശത്തെ ആതുര സേവനത്തിന് നാന്ദി കുറിച്ച ആരോഗ്യ വിദ്യാഭ്യാസ കലാലയമാണ് ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ്. ദേശീയപാതയിൽ ഹരിത ചാരുത പകരുന്ന വണ്ടാനം കാവിന് എതിർവശമായി തല ഉയർത്തി നിലകൊള്ളുന്ന കെട്ടിട സമുച്ചയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനുള്ളത്. ദേശീയപാതയിൽ നിന്ന് കയ്യെത്തും ദൂരത്ത് മറ്റൊരു മെഡിക്കൽ കോളേജും സംസ്ഥാനത്തില്ല. കേരളത്തിന്റെ പ്രഥമ സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തന രേഖ 5 വ്യാഴവട്ടങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഘം ക്രാന്തദർശിത്വമുള്ള ആലപ്പുഴ നിവാസികൾ രൂപം നൽകിയതാണ്. ഗൌഡസാരസ്വത ബ്രാഹ്മണരുടെ സങ്കേതമാണ് തിരുമല ക്ഷേത്ര ഗ്രാമങ്ങൾ. AATTD ഭരണസമിതികളാണ് സാരസ്വത ക്ഷേത്രങ്ങളുടെ ചുമതല വഹിക്കുന്നത്. പടിഞ്ഞാറ് കടലും കിഴക്ക് വയലേലകൾ അതിരിടുന്ന വേമ്പനാട്ട് കായലിന്റെ അകവഴികളും എലിക പറയുന്ന പട്ടണമാണ് ആലപ്പുഴ. കടലിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളും പാടശേഖരങ്ങളിൽ അധ്വാനിക്കുന്ന കർഷകരുമടങ്ങുന്ന അടിസ്ഥാന വർഗത്തിന്റെ ആരോഗ്യ സുരക്ഷ 1950കളുടെ അവസാന നാളുകളിൽ പട്ടണത്തിലുള്ളവർ തന്നെ ഗൌരവമായി സമീപിച്ച കാലം. 1951 തിരുവനന്തപുരത്തും 1957 കോഴിക്കോട്ടും 1962 കോട്ടയത്തും പ്രവർത്തനം തുടങ്ങിയ ആതുര സേവന പഠനശാലകളായിരുന്നു നിലനിന്നിരുന്നത്. തിരുമല ദേവസ്വം മുൻകൈയെടുത്ത് പൌരപ്രമുഖരെ കൂടി ഉൾപ്പെടുത്തി ഒരു 9-അംഗ ട്രസ്റ്റിന് രൂപം നൽകി. ദേവസ്വം പ്രസിഡന്റ് K. നാഗേന്ദ്രപ്രഭു തന്നെ അധ്യക്ഷനായ സമിതിക്ക് മെഡിക്കൽ കോളേജ് കമ്മിറ്റി എന്ന പേര് അംഗീകരിക്കപ്പെട്ടു. കൺവീനറായി മാധ്യമപ്രവർത്തകൻ നാരായണ വെങ്കടേശ്വര പ്രഭു എന്ന NV പ്രഭു സജീവ ചുമതലകൾ ഏറ്റെടുത്തു. 1961 നെഹ്റു ട്രോഫി ജലമേളയിൽ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയുടെ സാന്നിധ്യത്തിലാണ് ആരോഗ്യമന്ത്രി VK വേലപ്പൻ ആലപ്പുഴയിൽ സ്വകാര്യ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജിന് അംഗീകാരം നൽകുന്നതായി പ്രഖ്യാപിച്ചത്. AATTD ഭാരവാഹികൾ മുൻകൈയെടുത്ത് വണ്ടാനം ഭാഗത്ത് കാടുകൾ നിറഞ്ഞതും തരിശു കിടക്കുന്നതുമായ 110 ഏക്കർ സ്ഥലം സ്വന്തമാക്കി. 30/8/1961 ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ആലപ്പുഴ ജില്ലാ ആസ്ഥാനത്തുള്ള കൊട്ടാരം ആശുപത്രി സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി കോളേജിന് നിർമ്മാണ അനുമതി ലഭിച്ചു. മെഡിക്കൽ കോളേജ് കമ്മിറ്റിയുടെ സ്വന്തം ഭൂമിയായ 110 ഏക്കറിൽ 1963 മാർച്ച് 6 അന്നത്തെ കേരള മുഖ്യമന്ത്രി R. ശങ്കർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം നടത്തി. അതിവേഗതയിൽ പ്രവർത്തനങ്ങൾ നീങ്ങി. പഞ്ചാബ് ഗവർണറായി മാറിയ പട്ടം താണുപിള്ള, മണിപ്പാൽ മെഡിക്കൽ കോളേജ് ഭരണസാരഥി TMA പൈ, ഗൌഡ സാരസ്വത സമൂഹത്തിന്റെ ആധ്യാത്മിക ആചാര്യൻ ശ്രീമദ് സുധീന്ദ്ര തീർത്ഥസ്വാമികൾ തുടങ്ങി നിർമ്മാണ ഘട്ടങ്ങളിൽ സന്ദർശനം കൊണ്ട് പിന്തുണ നൽകിയവർ ഏറെയായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ പ്രധാന മന്ദിരത്തിൽ തന്നെ ക്ലാസ് മുറികളും അനുബന്ധ പഠന കേന്ദ്രങ്ങളും നിർമ്മിച്ചു. 2 ലബോറട്ടറികളും പ്രധാന ലെക്ചറർ ഹാളും ഒരു ലൈബ്രറിയും സജ്ജമായി. ഇതിനകം പ്രീ മെഡിക്കൽ ബാച്ച് എന്ന കാഴ്ചപ്പാടോടെ ഒരു ക്ലാസ് 1962 ഓഗസ്റ്റ് 17 ആലപ്പുഴ SD കോളേജിൽ ഒരുക്കം തുടങ്ങി.
പ്രൗഢമായിരുന്നു ഉദ്ഘാടന സമ്മേളനം. 1963 സെപ്റ്റംബറിൽ 50 വിദ്യാർത്ഥികളോടെ സംസ്ഥാനത്തെ പ്രഥമ സ്വകാര്യ MBBS ക്ലാസിന് തുടക്കമായി. പ്രഗത്ഭമതികളായ അധ്യാപകരെ നയിച്ചത് ഡോക്ടർ NG പണ്ടാലയായിരുന്നു. അദ്ദേഹത്തെ പിന്തുടർന്ന് ഡോക്ടർ B ബാനർജിയും ഡോക്ടർ മഹന്തിയും പ്രിൻസിപ്പൽമാരായി. ആലപ്പുഴ കൊട്ടാരം ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥികളുമായി മെഡിക്കൽ കോളേജ് ബസ് നിശ്ചിത ഇടവേളകളിൽ എത്തിക്കൊണ്ടിരുന്നത് നഗരവാസികളുടെ കൌതുക കാഴ്ചയായിരുന്നു. 1963 മുതൽ 4 വർഷങ്ങൾ TDMC ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെ കീഴിൽ കോളേജ് പ്രവർത്തിച്ചു. സാമ്പത്തിക ഞെരുക്കം ഇത്ര വലിയൊരു സംവിധാനത്തെ ചാലകമാക്കുന്നതിൽ ട്രസ്റ്റിനെ അശക്തമാക്കി. 17/10/1967 മുതൽ 5 വർഷക്കാലത്തേക്ക് ഭരണകാര്യങ്ങൾ സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കി. തുടർന്നും കോളേജ് സ്വന്തമായി കാര്യക്ഷമമാക്കുന്നതിന് നിർവാഹമില്ലാതെ സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ കോളേജ് സർക്കാർ ഉടമസ്ഥതയിലേക്ക് മാറി. പൂർവ്വസൂരികളായ സ്ഥാപകരോട് ആദരമായി തിരുമല ദേവസ്വത്തിന്റെ പേര് ഗവൺമെന്റ് എന്ന ഉടമസ്ഥത സൂചിപ്പിക്കുമ്പോഴും TD കൂട്ടിച്ചേർത്ത് തന്നെ ഇന്നും നിലനിൽക്കുന്നു. പഴയ കെട്ടിടങ്ങളിൽ TDMC എന്ന മുദ്രകൾ ധാരാളമായി കാണാനാകും. മൺമറഞ്ഞ നാഗേന്ദ്ര പ്രഭുവിന്റെയും NV പ്രഭുവിന്റെയും ഛായാചിത്രങ്ങൾ കോളേജിൽ ആദരപൂർവ്വം സ്ഥാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് അനുദിനം വളർച്ചയുടെ പാതയിലാണ്. തുടക്കത്തിൽ 50 പഠിതാക്കളുമായി ആരംഭം കുറിച്ച് വിപുലീകരിക്കപ്പെട്ടതോടെ 1979 100ഉം 2008 150ഉം നിലവിൽ 175ആയും ഉയർത്തപ്പെട്ടു. കോളേജ് ബസ്സുകൾ വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്കും ഹോസ്റ്റലുകളിലേക്കും യഥാസമയം എത്തിച്ചുകൊണ്ടിരിക്കും. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതൃതുല്യ ശാസ്ത്രജ്ഞൻ ഹിപ്പോക്രസിന്റെ ശില്പം പ്രധാന മന്ദിരത്തിന് കീർത്തി പകർന്ന് നിൽക്കുന്നു. ആലപ്പുഴയിലെ ബാല്യം മുതൽ തിരുമല ദേവസ്വം ക്ഷേത്രം ദർശനമടക്കം അനുഭവങ്ങളുടെ സ്മൃതിപഥങ്ങൾ ഏറെയാണ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ നിലവിലെ സ്ഥാപനാധിപന്. 63 വർഷങ്ങളുടെ വിജയവീഥി അഭിമാനപൂർവ്വം ഓർത്തെടുക്കുകയാണ് കോളേജിന്റെ 38ാമത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. 1983 ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അന്നും 100 സീറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പടിപടിയായിട്ട് സീറ്റുകൾ ഉയർന്ന് ഇപ്പോഴുള്ള 175 എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുന്നത്. ആലപ്പുഴയിലെ ഈ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഏറ്റവും വലിയ ഒരു ആശ്രയമാണ്. ചികിത്സ ഏറ്റവും മെച്ചപ്പെട്ട മെഡിക്കൽ കോളേജിലെ ചികിത്സാ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ചികിത്സ ഇവിടെ ലഭിക്കുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഇവിടെ നിലവിൽ വന്നു. അത്യന്താധുനിക ചികിത്സ ലഭ്യമാകേണ്ട എല്ലാ ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഇപ്പം 175 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. കൂടാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നു. ഏറ്റവും നല്ല റിസൾട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ആരോഗ്യ സർവകലാശാലയിലെ ഏറ്റവും നല്ല റിസൾട്ട് ഇവിടെ ലഭിക്കുന്നു. റാങ്കുകൾ ഉൾപ്പെടെയുള്ളത് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ വേറിട്ട് കാണിക്കുന്ന ഒരു വലിയ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. കോളേജിന്റെ അനുദിന പ്രവർത്തനങ്ങളിൽ ഭരണ സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് കൈത്തണലായി പ്രവർത്തിക്കുന്ന മാതൃകാ കൂട്ടുകെട്ടാണ് TD മെഡിക്കൽ കോളേജിലെ PTA-ക്കുള്ളത്. വിദ്യാർത്ഥികൾ ഹിതകരമായ അന്തരീക്ഷത്തിൽ പരാധീനതകൾ കുറച്ച് ഉത്സാഹപൂർവ്വം പഠിക്കണമെന്ന ലക്ഷ്യത്തോടെ രക്ഷിതാക്കളുടെ ഒരു വലിയ നിര ജാഗ്രതയോടെ എപ്പോഴുമുണ്ട്. അടിസ്ഥാന ആവശ്യവും നിരന്തര സേവനവും ലഭിക്കേണ്ട കാന്റീൻ നവീകരിച്ച് മികച്ച നിലവാരത്തിലെത്തിച്ചു. വർദ്ധിച്ചുവരുന്ന ഉഷ്ണമേഖലയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഭേദപ്പെട്ട തുക മുടക്കി അത്യാധുനിക ശീതീകരണികൾ പ്രവർത്തിപ്പിച്ച് അധ്യയനം സുഖകരമാക്കി. 200ഓളം നവീന ഇരിപ്പിടങ്ങൾ ക്രമപ്പെടുത്തി മെച്ചപ്പെട്ട ക്ലാസ് മുറി സങ്കല്പം അർത്ഥവത്താക്കിയിട്ടുണ്ട്.
രണ്ടാമത് ക്ലാസ് റൂം പൂർണ്ണതയിലേക്ക് എത്തുന്നു. ശ്ലാഘനീയ നിലവാരത്തിലുള്ള പഠന ലൈബ്രറി സംവിധാനം, ജീവനക്കാർക്ക് കൂടി പ്രയോജനപ്പെടുത്താൻ സെൻട്രൽ ലൈബ്രറി, വിശാലമായ സൌകര്യങ്ങളുള്ള കോമൺ റീഡിംഗ് റൂം, നവീകരിച്ച ഹോസ്റ്റൽ കെട്ടിടങ്ങൾ, കോളേജ് ക്യാമ്പസ്, വ്യാപകമായി വൈദ്യുത ദീപ സാന്നിധ്യം എന്നിവ രക്ഷിതാക്കളുടെ ജാഗ്രതയോടെയുള്ള സഹകരണത്തിൽ അർത്ഥവത്താക്കിയിട്ടുണ്ട്. തകഴി പുസ്തക കോർണർ ശ്രദ്ധേയമാണ്. കായിക ഇനങ്ങളിൽ ചരിത്രമേറെയുള്ള കലാലയ ക്യാമ്പസാണ് TD മെഡിക്കൽ കോളേജിനുള്ളത്. അതിവിശാലമായ മൈതാനങ്ങൾ, അവ മെച്ചപ്പെടുത്തി ഗെയിമുകൾ കളിക്കാൻ വിദ്യാർത്ഥികൾക്ക് ധാരാളം അവസരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ബോഡി ഫിറ്റ്നസ്, സ്പോർട്സ് പരിശീലനങ്ങൾ എന്നിവ പഠനത്തിന്റെ ഇടവേളകളെ സജീവമാക്കുന്നു. സങ്കീർണമായ പാഠ്യക്രമങ്ങളിൽ കാര്യക്ഷമമായ അക്കാഡമിക് നേട്ടങ്ങൾ കൈവരിക്കാൻ TDMC കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. 98% വരെ വിജയം കൈവരിച്ച നേട്ടം അഭിമാനകരമെന്ന് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ SJ ജെസ്സി അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 2019 സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത് CBME പുതിയ കരിക്കുലം, നമ്മുടെ CBME കരിക്കുലം വന്നതിന് ശേഷം നമ്മുടെ സ്റ്റുഡൻസിന്റെ പഠന രീതിയിൽ നല്ലൊരു ഇംപ്രൂവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല ഡിസ്റ്റിങ്ഷനും കിട്ടുന്നുണ്ട്. പാസ് പെർസെൻറ്റേജ് ഏതാണ്ട് കഴിഞ്ഞ തവണ ഒരു 98% പാസ് പെർസെൻറ്റേജ് ആണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഫേസ് സ്റ്റുഡൻസിന് കിട്ടിയിരിക്കുന്നത്. 6 പതിറ്റാണ്ടുകളുടെ പഴമയുടെ അകത്തളങ്ങൾ പേർന്ന കെട്ടിടങ്ങളും ഇവിടെയുണ്ട്. ആൺകുട്ടികളുടെ ചിരപുരാതന ഹോസ്റ്റൽ ബംഗ്ല 1971 മുതൽ ചരിത്ര പഥമുള്ളതാണ്. പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ 4 കെട്ട് മാതൃക നിലനിർത്തുന്നു. ക്യാമ്പസ് ആകെ ബഹുനില കെട്ടിടങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. TD ഭാരവാഹികൾ കൈമാറിയ 110 ഏക്കറിന് ഉപരിയായി 50-ൽ പരം ഏക്കർ ഭൂമി കൂടി കോളേജിന് സ്വന്തമായുണ്ട്. നഴ്സിംഗ് കോളേജ്, പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫാർമസി കോളേജ്, ഡെന്റൽ കോളേജ്, നിരവധി ക്വാർട്ടേഴ്സുകൾ, ഹോസ്റ്റലുകൾ, ആധുനിക അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവ TDMCയുടെ ഗരിമ വർദ്ധിപ്പിക്കുന്നു. പഠിച്ച വിദ്യാർത്ഥി തന്നെ ഭരണാധിപനായി എത്തിയത് ആവശ്യങ്ങൾ അറിഞ്ഞ സൌകര്യങ്ങൾ ബാധകമാക്കുവാൻ വഴിയൊരുക്കി എന്ന വിലയിരുത്തലാണ് PTA പ്രസിഡന്റ് ഗോപകുമാർ ഗോകുലത്തിനുള്ളത്. കഴിഞ്ഞ 63 വർഷമായി കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം സമുന്നതരായ വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത, അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് രോഗികൾക്ക് ജീവശ്വാസം നൽകിയ ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഒരു വർഷമായി PTA നേതൃത്വത്തിൽ ഏറ്റവും നൂതനവും അതിശക്തവുമായ അക്കാഡമിക്, അതോടൊപ്പം തന്നെ രോഗികൾക്കും ജീവനക്കാർക്കും വേണ്ട നൂതനമായ പല സംവിധാനങ്ങളും ഒരുക്കിയത് PTA വളരെ കൃതാർത്ഥതയോടുകൂടി തന്നെ പറയുകയാണ്. ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ സാർ ചാർജ് എടുത്തതിന് ശേഷം ഒരു പോസിറ്റീവായുള്ള വൈബ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ പഴയകാല ഓർമ്മകളെ അയവിറക്കുന്ന വൃന്ദാവൻ എന്ന പേരിൽ ഒരു മനോഹരമായ ഒരു ഉദ്യാനം കോളേജ് ക്യാമ്പസിൽ സ്ഥാപിക്കുകയുണ്ടായി. അകാലത്തിൽ അർത്ഥവിരാമം പോലെ മറഞ്ഞ 6 സുഹൃത്തുക്കളുടെ സ്മൃതി എന്നും ശാശ്വതമായി നിലനിർത്താൻ ഉദ്യാനത്തിൽ 6 ഫലവൃക്ഷങ്ങൾ നട്ട് സംരക്ഷിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലെക്ചർ ഹാളുകൾ, കുട്ടികൾക്ക് വേണ്ട അതിനൂതനമായ സ്പോർട്സ് കോംപ്ലക്സുകൾ, അവർ താമസിക്കുന്ന ഹോസ്റ്റലുകളിലെ സ്റ്റഡി റൂമുകൾ ഉൾപ്പെടെ ഏതാണ്ട് 27ലധികം പ്രോജക്റ്റുകളാണ് കഴിഞ്ഞ ഒരു വർഷമായി PTA നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. അപകടമരണപ്പെട്ട 1-ാം വർഷ വിദ്യാർത്ഥി ആയുഷ് ഷാജി എന്ന കൂട്ടുകാരന്റെ നിർധന മാതാപിതാക്കൾക്ക് തണലായി ഒരു വീട് തന്നെ വാങ്ങി നൽകിയിരിക്കുന്ന കൂട്ടുകാരും അവരുടെ രക്ഷിതാക്കളും ഇവിടെ മാതൃകയാകുന്നു. ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ കോളേജിനോടൊപ്പം തന്നെ
ആശുപത്രിയുടെ വികസനത്തിനും അതുപോലെ സാധാരണക്കാരായ രോഗികൾക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇവിടുത്തെ പൗരപ്രമുഖരെയും അതുപോലെ ആലപ്പുഴയിലെ ഈ മെഡിക്കൽ കോളേജിനെ സ്നേഹിക്കുന്നവരെയും കൂട്ടുനിർത്തിക്കൊണ്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ ശക്തമായ പ്രവർത്തനത്തിന് ഇവിടുത്തെ ഭരണാധികാരികളോടൊത്ത് ഒന്നിച്ചു നീങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമികമായ ഒരു ലക്ഷ്യം തന്നെ. അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് മ്യൂസിയം മികച്ച നിലവാരം സൂക്ഷിക്കുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പ് ചെരിഞ്ഞ തിരുമല ദേവസ്വമക ആന ഗജേന്ദ്രന്റെ അസ്ഥികൂടം ഒരു കൗതുകമാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും വിദ്യാർത്ഥികളെ പഠനക്രമങ്ങളിലേക്ക് നയിക്കേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ഒരു കൂടിയാലോചന പ്രഭാതത്തിൽ നടക്കും. പ്രാചീനതയുടെ പ്രൗഢിയിൽ 185 കുട്ടികളെ വരെ ഒരുമിച്ചിരുത്തി ചിട്ടയോടെ ക്ലാസുകൾ നയിക്കുന്ന അധ്യാപകർ ഇവിടെ അഭിമാന ദൃശ്യങ്ങളാണ് പകരുന്നത്. അടുത്തിടെ രൂപം നൽകിയ ലേണിംഗ് റിസർച്ച് സെന്റർ സർവകലാശാല നിലവാരത്തിലെ സാങ്കേതിക തികവുള്ള സംവിധാനമാണ്. എ മുതൽ കെ വരെ ബ്ലോക്കുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ആശുപത്രി സമുച്ചയം നിത്യവും 4000-ൽ പരം ആളുകൾക്ക് സേവനം നൽകി ആശ്വാസം പകരുന്നു. ഭൂസ്ഥിതിക്ക് അനുസരണമായി വൈവിധ്യമാർന്ന ആതുര ആവശ്യങ്ങളുമായി എത്തുന്നവരെ തൃപ്തിപ്പെടുത്തുന്നതിൽ എല്ലാ അംശങ്ങളിൽ നിന്നും സഹകരണം ലഭിക്കുന്നതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഹരികുമാർ. 24 hours റൺ ചെയ്യുന്ന കാഷ്വാലിറ്റി, ഗൈനക്കിന്റെ കാഷ്വാലിറ്റി, അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ കാർഡിയോളജി, കാർഡിയോ തൊറാസിക് വിഭാഗം, ന്യൂറോ സർജറി, ന്യൂറോളജി, ഗാസ്ട്രോൻട്രോളജി, ഇതെല്ലാം എല്ലാ വിഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഡോക്ടർമാർ മാത്രമല്ല, ഇവിടുത്തെ പാരാമെഡിക്കൽ സ്റ്റാഫ്, മറ്റ് ജീവനക്കാർ, ഇവരെ നഴ്സിംഗ് സ്റ്റാഫ്, ഇവരുടെ എല്ലാവരുടെ ഒരു കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നത്. ആലപ്പുഴയിൽ സാധാരണമായി വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾ, സങ്കീർണമായി വൈദ്യസഹായം അർഹിക്കുന്ന രോഗികൾ, ഇവർക്ക് കരുതലും പരിഹാരവും കിട്ടാൻ പര്യാപ്തമായ ട്രോമ ഇൻസ്റ്റിറ്റ്യൂട്ടായി മെഡിക്കൽ കോളേജ് ആശുപത്രി ഉയർത്തപ്പെടേണ്ട ആവശ്യകത സർജറി വിഭാഗം മേധാവി ഡോക്ടർ NR സജ്ജികുമാർ ചൂണ്ടിക്കാട്ടുന്നു. കൊല്ലം ഡിസ്ട്രിക്റ്റും ആലപ്പുഴ ഡിസ്ട്രിക്റ്റും പത്തനംതിട്ടയും കോട്ടയം ഡിസ്ട്രിക്റ്റിന്റെയും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളും ഈവൻ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ പല ഭാഗങ്ങൾ വരെയുള്ള രോഗികൾ അവരുടെ കെയറിനായി ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇപ്പോൾ തന്നെ ട്രോമ കെയറിന് വളരെയേറെ മുൻഗണന നൽകേണ്ട ഒരു കാര്യമാണുള്ളത്. നമ്മുടെ പുതിയ ട്രോമ സെന്റർ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കുവാൻ നമ്മൾ കൊണ്ട് പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏകദേശം 150 തൊട്ട് 250ഓളം OP പേഷ്യൻസ് എല്ലാ ദിവസവും ഓരോ യൂണിറ്റിലും വരാറുണ്ട്. 10 തൊട്ട് 12ഓളം എലക്റ്റീവ് സർജറികളും 15ഓളം മൈനസ് സർജറികളും എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ 2 തൊട്ട് 3 വരെയുള്ള എമർജൻസി സർജറിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പരിമിതികളുള്ള കുട്ടികൾക്ക് ആശ്വാസമായി മനോഹരമായി ക്രമപ്പെടുത്തിയ ഓട്ടിസം സെന്റർ, വിവിധ സേവനങ്ങൾ പകരുന്ന ഹെൽപ്പ് ഡെസ്ക്, വൃദ്ധജനങ്ങൾക്ക് വിശ്രമിക്കാനായി സീനിയർ സിറ്റിസൺ ലോഞ്ച് എന്നിവ പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാറിന്റെ ഭാവനയിൽ നിന്നും ബാധകമാക്കിയവയാണ്. ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലെ അഭൂതപൂർവമായ തിരക്ക് വലിയ ഒരളവിൽ ആശ്രയിച്ചെത്തുന്നവരെ തൃപ്തരാക്കുവാൻ ബന്ധപ്പെടുന്ന ആതുര സേവകരെ നമിച്ചേ മതിയാകും. പഠിച്ച ആതുരാലയത്തിൽ തന്നെ സേവനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ചാരിതാർത്ഥ്യത്തിലാണ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് രാഘവൻ.
നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രസിദ്ധ ഡോക്ടർമാരായ ഷെനായി സാർ, ഹരിദാസ് സാർ, തങ്കം മാഡം, ലേഖ മാഡം, കർത്താ സാർ, അബ്ദുൽ ഖാദർ സാർ, ബാസി സാർ തുടങ്ങിയ പല ആൾക്കാരുടെ ശിക്ഷണം സ്വീകരിച്ചുകൊണ്ട് എനിക്ക് പഠിക്കാൻ സാധിക്കുകയും അവർ ഉദ്ദേശിച്ച പാതയിൽ കൂടെ തന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ മെഡിസിനിലെ UG സ്റ്റുഡൻസും PG സ്റ്റുഡൻസും അക്കാഡമിക് നിലവാരത്തിൽ വളരെ മുൻപന്തിയിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് MD മെഡിസിനിൽ റാങ്കുകൾ നമ്മുടെ മെഡിക്കൽ കോളേജിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2024 കൊവാസ് നടത്തിയ MD പരീക്ഷയിൽ ആദ്യത്തെ 7 റാങ്കുകൾ നമ്മുടെ മെഡിക്കൽ കോളേജിലാണ് കിട്ടിയത്. അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്താൻ വിദ്യാർത്ഥികളുമായി വാർഡിലെ രോഗികളുടെ ഒപ്പം എത്തിച്ച് ക്ലാസുകൾ എടുക്കുന്നത് സഹായകമെന്ന് മാതൃകാപരമായി അടയാളപ്പെടുത്തുന്നു ഇദ്ദേഹം. പൂർവ്വസൂരിയായ ഗുരുനാഥൻ അന്തരിച്ച ഡോക്ടർ RK ഷേണായ് സാറിന്റെ സ്മരണയ്ക്കായി ആധുനിക ക്ലാസ് റൂം ക്രമീകരിച്ചിരിക്കുന്നു. മാതൃകാപരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്തും സന്ദേശങ്ങൾ പകർന്നും ആതുര സേവന ചരിത്രവും ഇവിടെ ബോധ്യപ്പെടുന്നു. നമ്മൾക്ക് എല്ലാവിധ സബ് സ്പെഷ്യാലിറ്റി ഓഫ്താൽമോളജിയിലത്തെ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഡോക്ടർമാരും ഇവിടെയുണ്ട്. ഏകദേശം 60 ലക്ഷത്തിലും 1 കോടിയിലും മീതെ വരുന്ന പലതരം വിവിധ ഉപകരണങ്ങൾ നമുക്ക് ആശുപത്രിയിൽ ലഭ്യമാണ്. പുതിയ നൂതന ചികിത്സാ മാർഗങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. സർജിക്കൽ റെറ്റിന യൂണിറ്റ് തുടങ്ങാനുള്ള എല്ലാ പദ്ധതികളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അതിനുള്ള 1.5 കോടി രൂപയുടെ മൈക്രോസ്കോപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. താമസിയാതെ ബാക്കിയുള്ള ഉപകരണങ്ങളും വരുന്നതായിരിക്കും. OCT ആൻജിയോഗ്രാം എന്ന അതിനൂതന ഉപകരണം വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് നേത്രവിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ മനോജ് വേണുഗോപാൽ. ഇന്നത്തെ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങളും അധ്യാപക രക്ഷാകർതൃ വിദ്യാർത്ഥി സഹകരണവും ശുഭോദർക്കം എന്ന പക്ഷമാണ് കോളേജ് യൂണിയൻ ചെയർപേഴ്സണായ സാൻ മരിയ ബേബിക്കുള്ളത്. വിദ്യാർത്ഥികൾക്ക് തുറന്ന് സംസാരിക്കാനൊക്കെയുള്ള ഒരു ഇടം അധ്യാപകരായിട്ടും വിദ്യാർത്ഥികളായിട്ടും യൂണിയനായിട്ടും PTA ആയിട്ടും പ്രിൻസിപ്പലായിട്ടും ഒക്കെ വിദ്യാർത്ഥികൾക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. എന്ത് തരം ഹെൽപ്പിനും എല്ലാവരും സജ്ജരാണ് ഇവിടെ. റോം അഥവാ റീ ഓറിയന്റേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിന്റെ അഭിമാനകരമായ സ്മൃതികൾ പങ്കിടുകയാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ P. ഗോപാലകൃഷ്ണൻ. ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 3 വണ്ടികൾ, വലിയ വണ്ടികൾ നമുക്ക് TD മെഡിക്കൽ കോളേജിന് കിട്ടിയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്റർ ഫെസിലിറ്റിയോടുകൂടിയ വളരെ വലിയ വണ്ടികളായിരുന്നു. റീഓറിയന്റേഷൻ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ പേരിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇവിടെ അടുത്തൊന്നും അല്ലാതെ തന്നെ ഒരു മെഡിക്കൽ കോളേജിന്റെ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. അതുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് ചേർത്തല കോട്ടൂർ കാട്ടിപ്പുറം എന്ന് പറയുന്ന ഒരു പള്ളി മൈതാനത്ത് 5000 ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായിട്ടുള്ളൊരു ക്യാമ്പ് നടത്തി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ മാതൃകയായി മാറിയ ആലപ്പുഴ TD മെഡിക്കൽ കോളേജിന്റെ സേവന വഴികൾ രാജ്യം നമിച്ച കാലഘട്ടമായിരുന്നു എന്ന് മുൻ പ്രിൻസിപ്പലും SPM പ്രൊഫസറുമായിരുന്ന ഡോക്ടർ K. രാജൻ അഭിപ്രായപ്പെട്ടു. കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഈ പുറക്കാട്, അമ്പലപ്പുഴ, പുന്നപ്പുറ പഞ്ചായത്ത് അവിടെയുള്ള മൊത്തം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വാക്സിൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ആദ്യത്തെ വാക്സിൻ പ്രോഗ്രാം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ഈ രക്ഷകർത്താക്കൾ കുട്ടികളെ ആ ക്യാമ്പിൽ കൊണ്ടുവന്നു. നമ്മൾ വാക്സിൻ അവർക്ക് കൊടുത്തു. അത് വൻ വിജയമായിരുന്നു. ഇപ്പൊ ലോകാരോഗ്യ സംഘടന ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ അനുമോദിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് തന്നു. ലോകമെമ്പാടും ഈ പരിപാടി നടത്താനായിട്ട് ലോകാരോഗ്യ സംഘടന തീരുമാനിച്ചു. അതിന്റെ പൈലറ്റ് സ്റ്റഡി ആലപ്പുഴ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അതിപ്പോൾ ലോകത്തുള്ള 192 രാജ്യങ്ങളിലും നടപ്പാകുകയാണ്.
സമൂഹത്തിന്റെ ആരോഗ്യ സുരക്ഷ പഠനത്തോടൊപ്പം പരിചയിച്ചു വന്ന ഇപ്പോഴത്തെ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ പ്രതീക്ഷാ നിർഭരമായ സേവനം കാഴ്ചവെക്കും. നാളെയുടെ ആതുര സേവന മേഖല പ്രതീക്ഷിക്കുന്നതും അതുതന്നെയെന്ന് ചാരിതാർത്ഥ്യത്തോടെ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകൾ കൊണ്ട് ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം തന്നെ ചികിത്സയുടെ മേഖലയിലും ഗണ്യമായിട്ടുള്ള പുരോഗതി നേടിയിട്ടുണ്ടെന്ന് അഭിമാനപൂർവ്വം എനിക്ക് പറയുവാൻ സാധിക്കും. അതിനകത്തെല്ലാം ഈ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജിലെ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ PTA സഹകരണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ ഫാക്കൽറ്റികളുടെയും വലിയ ഒരു അകമഴിഞ്ഞ ഒരു സഹായവും സഹകരണവും നമുക്ക് ഈ ഒരു കോളേജിന്റെ പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ വലിയൊരു സഹകരണം ഇതിന്റെ പ്രവർത്തനത്തിന് കിട്ടുന്നുണ്ട്. കൂടാതെ ജനപ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും എല്ലാവരുടെയും ഈ കോളേജിനെ സ്നേഹിക്കുന്നവരുടെയും എല്ലാം അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് മെഡിക്കൽ കോളേജ് ഇപ്പോഴും കൂടുതൽ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് PTA 2025-2026 ഗവൺമെന്റ് TD ആലപ്പുഴ.